പല കാർ മാനുഫാക്ചേഴ്സും ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാത്ത ഒരു ഇൻറ്റീരിയർ കളർ തീം. ശരിക്കും പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബാക്കിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കി, ഇത് 1 ലിറ്റർ ആണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മാഗ്നറ്റ് എഞ്ചിൻ പോലെ തോന്നും, പക്ഷേ ദിസ് ഈസ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്കറിയാം, എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെയൊക്കെ ഒരു വിചാരം എന്ന് പറയുന്നത് 2005 നിസാൻ മോട്ടോകോപ്പ് എന്ന് പറയുന്നൊരു കമ്പനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്നു എന്നുള്ളതല്ലേ. എന്നാൽ അതല്ല, നമുക്ക് അതിലും കൂടുതലൊരു ബന്ധം നമ്മൾ നിസാൻ എന്ന് പറയുന്ന ഒരു ജപ്പാൻ കമ്പനിയായിട്ടുണ്ട്. 1960 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആർമി ഉണ്ടല്ലോ, ഇന്ത്യൻ ആർമീനെ പിടിച്ചു നിർത്തുന്നതിൽ തന്നെ വലിയൊരു ഫോഴ്സ്, വലിയൊരു പങ്ക് നിസാൻ പങ്കുവഹിച്ചിട്ടുണ്ട്. അന്നും ഇന്നും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള SUV പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവർ. നിങ്ങൾക്ക് അറിയായിരിക്കും നിസാൻ്റെ ജോങ്ക എന്ന് പറയുന്ന മോഡൽ. നിസാൻ ജോങ്കയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് നിസാൻ മോട്ടോകോപ്പ് ജബൽപൂരുള്ള അവരുടെ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ആ ഒരു മോഡൽ ബിൽഡ് ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ത്യൻ ആർമിയിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ളൊരു SUV ആണ് നമ്മുടെ നിസാൻ്റെ ഈ പറയുന്ന ജോങ്ക എന്ന് പറയുന്നത്. നമുക്ക് 101% പറയാൻ പറ്റും. അതിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ വന്നൊരു മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, നിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നിസാൻ GTR ഓഫ് കോഴ്സ്, രണ്ടെന്ന് പറയുന്നത് നിസാൻ്റെ ആ ഒരു SUV, ദ കിങ് ഓഫ് SUV നമുക്ക് ഈ ഒരു ബ്രാൻഡിനെ വിളിക്കാൻ പറ്റും. എസ്പെഷ്യലി അവരുടെ പെട്രോൾ എന്ന് പറയുന്നൊരു മോഡൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുംബൈയിലുള്ള ജിയോ കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇവിടെ വന്ന എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഈ ഒരു നെയിം പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതായത് നമ്മുടെ നിസാൻ്റെ ഏറ്റവും പുതിയ ടെക്ടോൺ അവർ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാത്രമല്ല, ഇതൊരു ഇൻ്റർനാഷണൽ ലോഞ്ച് ആയിരുന്നു ഇന്ന് സംഭവിച്ചത്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. പല കാർ മാനുഫാക്ചേഴ്സും ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. എന്താ, ഇന്ത്യയിലേക്ക് വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു പ്രോഡക്റ്റ്, ബാക്കി പുറം രാജ്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയുള്ള പ്രോഡക്റ്റ്. അങ്ങനെ ചെയ്യുന്നവരുടെ കാർ എടുക്കരുത് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ വാട്ട് നിസാൻ ഈസ് ഡൂയിങ്, നമ്മുടെ ഇവിടെ ബിൽഡ് ചെയ്യുന്ന കാറ് ഇന്ത്യൻ മാർക്കറ്റിൽ അത് തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദേ ആർ സെല്ലിങ് ദ സെയിം ടുവേർഡ്സ് ദ വേൾഡ്. ലോകം മാർക്കറ്റിലേക്ക് അവർ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് തന്നെയാണ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിസാൻ്റെ ഈ ഒരു ടെക്ടോൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു 5 കാര്യങ്ങൾ ഞാൻ ഓഫ് കോഴ്സ് റിവ്യൂ ചെയ്യാൻ പോവാണ്. നമ്മുടെ റീലുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്ന കാര്യമാണ് ഈ ഒരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട്. നിസാൻ പാട്രോൾ എന്ന് പറയുന്ന അവരുടെ ടഫസ്റ്റ് SUV-ന്ന് ഇൻസ്പയർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതെന്നുള്ളത് നമുക്ക് 101% മനസ്സിലാവും. ഇന്നിവിടെ നമുക്ക് UAE എന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ജപ്പാനിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ആഫ്രിക്കയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നിസാൻ പെട്രോളിൻ്റെ ഒരു കുഞ്ഞനുജൻ എന്നാണ് അവരിതിനെ വിളിക്കുന്നത്. നമ്മളിതിൻ്റെ ഡിസൈൻ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി LED ഹെഡ്ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു മിശക്കാരൻ ചേട്ടനെ പോലെ ദാണ്ട് ത്രൂ ഔട്ട് പോകുന്ന രീതിയിൽ ഒരു സി അല്ലെങ്കിൽ ദാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ പോകുന്ന ഒരു DRLs ആണ് അവിടെ വന്നിരിക്കുന്നത്. നിസാൻ്റെ ലോഗോ വളരെ ഭംഗിയിൽ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ദാണ്ട് ഇവിടെ തൊട്ട് ഇവിടം വരെ റെഡ് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലാസ് വെച്ചേക്കുന്നുണ്ട്, എനിക്ക് കൃത്യം കളർ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ഗ്ലാസ് നോക്കിയിട്ടുണ്ട്. ഒരു 3 കളർ ഷെയ്ഡിലാണ് പോയിരിക്കുന്നത്. ഇതൊരു സിൽവർ കളറാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. ഇനി വേറെ ഒരു കളറുണ്ട്, അതായത് ഏതായിരുന്നാലും മൂൺബോ ഗ്രേ എന്ന് പറഞ്ഞൊരു കളറുണ്ട്. അത് ഭയങ്കര രസം. ഈ ബാക്കി കിടക്കുന്ന വണ്ടികളൊക്കെ ആ ഒരു കളറാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഇൻഫിനിറ്റി കളർ കാണുമ്പോൾ തന്നെ നമ്മൾ പല ലൈറ്റിങ്ങിലും പല കളർ ഷെയ്ഡിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഫോഗലാം ബടിയിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു SUV-യുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തരുന്ന രീതിയിൽ നമ്മൾ ആംഗിൾ ഫ്രണ്ടിൽ പോയി നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് കുത്തി നമ്മുടെ ബമ്പർ പോകരുത്, ആ ഒരു രീതിയിലാണ് ഇവൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഫ്രണ്ട് ഡിസൈനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ശരിക്കും നമ്മൾ ആ പെട്രോളിൻ്റെ അതൊക്കെ കണ്ട ഒരു ഡിസൈൻ സ്റ്റൈലിലുള്ള ഒരു 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നിസാൻ പെട്രോളിൻ്റെ ഒരു അലോയ് വീലാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. അത് മാത്രമല്ല 225 mm അതിൻ്റെ വിഡ്ത്ത് വരുന്നുണ്ട്. ശരിക്കും എന്ത് രസമായിട്ടാണ് നിസാൻ്റെ ലോഗോ അലോയ്ക്കകത്ത് പ്ലേസ് ചെയ്തേക്ക് നോക്കുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ താണ്ടെ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് കാണുന്ന രീതിയിൽ അവർ ഈസ്റ്റർ എഗ് ചെയ്തിട്ടുണ്ട്. ഇതും ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിസാൻ ഇന്ത്യ ഇത്തവണ ലോഞ്ച് ചെയ്തേക്കുന്നത് 2 എഞ്ചിൻ ഓപ്ഷനിലാണ്. അതായത് ഒന്നിനെ അവർ T280 എന്ന് വിളിക്കുന്നു, ഇത് നമ്മുടെ 1.3 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനാണ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T160 എന്ന് വിളിക്കുന്നു, അത് നമ്മുടെ 1 ലിറ്റർ എഞ്ചിനാണ്. രണ്ടും ടെർബോ ചാർജഡ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ 1 ലിറ്ററിനാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിരിക്കും. 1.3 ലിറ്റർ വരുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു പറന്ന് നിൽക്കുന്ന എഞ്ചിൻ ഓപ്ഷൻ തന്നെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. പുള്ളി പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി. അവിടെ ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിസാൻ എന്നുള്ളൊരു സാധനം, ഇത് അറിയാമായിരിക്കുമല്ലോ, എല്ലാം നാഷണൽ ലെവൽ ഇൻഫ്ലുവൻസേഴ്സാണ്. നിസാൻ എന്ന് നല്ല രസമായിട്ടില്ലേ. നിസാൻ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബാക്കിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കി, എന്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് അവൻ ഡിസൈൻ ചെയ്തേക്കുന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇവൻ്റെ ബാക്ക് സ്പേസിലും കൂടെ ഒന്ന് കയറിയിരുന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാത്ത ഒരു ഇൻറ്റീരിയർ കളർ തീം. അതായത് അവരൊരു റോസ് ഗോൾഡ് സ്റ്റൈലും തീമും ഒക്കെ പിടിച്ചതാണ്. ഒരു വൈറ്റ് വിത്ത് ഒരു വയലറ്റ് തീമാണ് പോയിരിക്കുന്നത്. പക്ഷേ ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് ഇൻറ്റീരിയർ കളർ. ചിലർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും.
അതല്ലെങ്കിൽ നമുക്ക് ഏകദേശം 4 ഇൻറ്റീരിയർ ട്രിംസും കൂടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് സീറ്റിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. ഇവിടെ ദാണ്ട് AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ് ചാർജറെല്ലാം തോന്നുന്നു. നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മളെ നല്ലതായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ പൊസിഷൻ വരുന്നത്. നല്ല രസമുണ്ട്. അത്യാവശ്യം നമുക്ക് ദാണ്ട ലെഗ് റൂം, ഈ സീറ്റിൻ്റെ ഡിസൈനിങ് അങ്ങനെയാണ് പോയിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു പനോറമിക് സൺറൂഫാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ ദാണ്ട കുറച്ച് സ്പേസ് വന്നു, ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ച് ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ ഓടിക്കയറിയ ഫ്രണ്ടിലേക്ക്, അതുകൊണ്ട് ഞാൻ അവളെ ആദ്യം കയറ്റി ഇരുത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോക്ക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. വാവ്, നമ്മളിതിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിലുള്ള മറ്റേ നിസാൻ പെട്രോളിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലാണെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് എയർ ബാഗും ബാക്കി ഡിസൈൻസും എല്ലാം നമുക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ സീറ്റും തൻ്റെ കോ പാസഞ്ചർ സീറ്റിലും തൻ്റെ വെന്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. മെമ്മറി സ്വിച്ചസ് ഞാൻ കണ്ടില്ല, അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തൻ്റെ ഹൈറ്റി പൊസിഷനാണ് ഇരിക്കുന്നത്. വലിയൊരു പനോറമിക് റൂഫാണ്. നല്ല രസമുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ശരിക്കും പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മളത് കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് റഗഡായിട്ട് ഓടിക്കാം, അത് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാന്നുള്ള മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അകത്ത് 5 കൊല്ലത്തേക്ക് ഇപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസാണ്, എത്രയാണെന്നുള്ള പറഞ്ഞിട്ടില്ല. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബുക്കിങ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രിവിലേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 എഞ്ചിൻ ഓപ്ഷനാണ്. അതാണ് ഇവൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. മൈലേജിൻ്റെ അകത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. 5 സ്റ്റാർ സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. അഡാസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു കാറിൻ്റെ അകത്തൊരു യൂസർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും വളരെ പ്രീമിയം, അത് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് കയറി ഇരിക്കുമ്പോഴേ മനസ്സിലാവും. അതായത് ഈ ഒരു ക്വാളിറ്റി ഇല്ലാതെ നമുക്ക് പുറത്ത് സെല് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സെയിം സാധനം ഡിസൈൻ സ്റ്റൈലാണെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ചധികം 6 കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അത് ഇപ്പോൾ ഇവിടെ അതിൽ കാണിച്ചു തരും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനോ മിസ് ഔട്ട് ആയിട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും എഞ്ചിൻ ഓപ്ഷൻസ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ദാണ്ട് ഈ ഒരു ഹുഡ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദാണ്ട് ഹൈഡ്രോളിക് സ്റ്റഡാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് റോ ആയിട്ടാണ് എഞ്ചിൻ പ്ലേസ് ചെയ്തെടുക്കുന്നത് നോക്കിയേ. വാവ് 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 വാവ്, നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, കൊള്ളാം. നമുക്ക് ഇൻറ്റീരിയർ പിങ്കൊന്നും വേണ്ട, ഇതുപോലത്തെ നല്ല റിലയബിൾ ആയിട്ടുള്ള എൻജിൻസ് കൊടുത്താൽ മതി. അടഞ്ഞു. ഓ എൻ്റെ മോനെ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഫിനിറ്റി കളർ എന്ന് പറയുന്നത്. ഇതും വളരെ പ്രീമിയം ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഗ്രേ പോലെ തോന്നുന്നില്ലേ? ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ബ്ലൂ പോലെ തോന്നുന്നില്ലേ? ഇത് രണ്ടും സെയിം കളറാണ്. പിന്നെ ഇവിടെ ഡെമോയ്ക്ക് ഇട്ടേക്കുന്നത് ഈ ഒരു സിൽവർ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ സിൽവറിലാണ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം ഇവരുടെ ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഫ്ലാഗ്ഷിപ്പ് കളർ തന്നെയാണ്. അത് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കളർ തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ T160 എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. ഇത് 1 ലിറ്റർ ആണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മാഗ്നറ്റ് എഞ്ചിൻ പോലെ തോന്നും, പക്ഷേ ദിസ് ഈസ് നോട്ട് ദ മാഗ്നറ്റ് എഞ്ചിൻ. സ്ട്രക്ചർ സെയിം ആണ്, ബട്ട് ഇലക്ട്രോണിക്സും ഈ പറഞ്ഞ ട്യൂണിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ 280 എഞ്ചിൻ്റെ, നമ്മൾ അവിടെ കണ്ട ഒരു എഞ്ചിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഓൾസോ ലുക്സ് റിയലി ഗുഡ്. ഇതാണ് നമ്മുടെ വെറ്റ് ക്ലച്ചിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അത് ഡ്രൈ ക്ലച്ച് അല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഗുണം? ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ റിലയബിലിറ്റിയും അല്ലെങ്കിൽ ചൂടാവുന്ന ഇഷ്യൂ, അല്ലെങ്കിൽ നമ്മൾ ചില ബോക്സ് ആകേണ്ടൊക്കെ DC ഗിയർ ബോക്സ് എപ്പോഴും അടിച്ചു പോകുന്ന കേട്ടിട്ടില്ലേ? അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ പറയുന്ന വെറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞ ടെക്നോളജി. അതാണ് ഇവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവൻ്റെ മൈലേജ് ഈ ഒരു എഞ്ചിന് 2ൻ്റെ അകത്ത്, അതായത് ഇതിൻ്റെ മാനുവലിന് T280യുടെ മാനുവലിന് ഏകദേശം 17.5, ഓട്ടോമാറ്റിക്കിന് 18.5 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. നമ്മുടെ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 19.5 ആണ് ഏകദേശം മൈലേജ് കമ്പനി പറയുന്ന ക്ലെയിം. അപ്പോൾ ശരിക്കും നിസാൻ്റെ ഞാൻ മാഗ്നറ്റ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു ഹ്യൂജ് ഫാനാണ്. എൻ്റെ CVT ട്രാൻസ്മിഷനൊക്കെ എന്നൊക്കെ പറഞ്ഞ് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. അതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ്, അതിൻ്റെ സ്റ്റിഫ്നെസ് അടിപൊളിയാണ്, നമുക്ക് ഓടിക്കുമ്പോൾ വളരെ റഫായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ പണ്ട് ഇവരുടെ ടെറാനൊക്കെ ഓടിച്ച് നടന്ന സമയത്ത് ഒത്തിരി ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ എ വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഫോർ ഷുവർ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അത് മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, ഫ്രം ഇന്ത്യ ടു ദ വേൾഡ്. അപ്പോൾ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ് വിത്ത് അനലിൻ ജോസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.